കോഴിക്കോട് നഗരത്തിലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പള്ളി എനിക്ക് തോന്നുന്നത് മുഹീദ്ദീൻ പള്ളിയാണ്. ആ മുഹീദ്ദീൻ പള്ളി സുന്നികളുടെ കൈവശമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് ശേഷം പിന്നെ എന്തോ പ്രശ്നം കൊണ്ട് മറ്റ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മറ്റ് വിഭാഗങ്ങൾ അത് കൈയടക്കി വെച്ചിരുന്നു. പക്ഷേ ബാപ്പ അതിന് കോടതിയിലെല്ലാം കേസും ഒക്കെ നടന്നിരുന്നു. അവസാനം ഹൈക്കോടതിയിൽ നിന്ന് സുന്നികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി, അനുകൂലമെന്ന് പറയുമ്പോൾ സുബഹും ളുഹറും അസറും സുന്നികൾക്കും മഗ്‌രിബും ഇശയും മറ്റ് വിഭാഗങ്ങൾക്കുമായിട്ടുള്ളൊരു വിധി വന്നിരുന്നു. മുജാഹിദ് വിഭാഗങ്ങൾ സുന്നികളിൽ നിന്നും തട്ടിയെടുത്ത കോഴിക്കോട്ടെ 4 പള്ളികളെക്കുറിച്ച് മുൻപ് നമ്മളിവിടെ പ്രതിപാദിച്ചിരുന്നു. ആ വാർത്ത പുറത്തു വന്ന ശേഷം 2 തരത്തിലുള്ള ആളുകൾ ഫോണിലും അല്ലാതെയും സുപ്രഭാതം, ഫേസ്ബുക്ക്, യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളുടെ കമൻറ്റ് ബോക്സുകളിലും ഒക്കെയായി ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. സുന്നികളിൽ നിന്നും മുജാഹിദുകൾ തന്ത്രപൂർവവും ചതിയിലൂടെയും തട്ടിയെടുത്ത പള്ളികളുടെ പട്ടിക ആദ്യഘട്ടത്തിൽ നാം പ്രതിപാദിച്ച 4 എന്ന എണ്ണത്തിൽ നിൽക്കില്ല എന്നായിരുന്നു ഒരു പക്ഷം അറിയിച്ചത്. അവരൊരു പുതിയ അറിയിപ്പായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പഠനാർഹമായ ഒരു കാര്യം കൂടിയായിരുന്നു. രണ്ടാമത്തെ പക്ഷം, ഈ സമയത്ത് നിങ്ങൾ ഇത്തരം വാർത്തകൾ നൽകുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന, ആ ചോദ്യം കേട്ടാൽ ഒരുപക്ഷെ നിഷ്പക്ഷ ചോദ്യമാണ് എന്ന് അവർക്ക് തോന്നുന്ന, എന്നാൽ ചില പ്രത്യേക ഉടയാടണിഞ്ഞവരുടെ പക്ഷവുമാണ് രണ്ടാമത്തെ ചോദ്യക്കാരെന്നതാണ്. അതിൻ്റെ വിശദാംശം നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനത്തിലേക്ക് വരാം. അവർക്കതിനുള്ള മറുപടിയും നമുക്ക് നൽകാം. നമുക്ക് വിശദമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് കോഴിക്കോട് നഗരത്തിലെ പാളയം പട്ടാളപ്പള്ളി, ഷാദുലി പള്ളി, മുഹിയുദ്ദീൻ പള്ളി, വലിയങ്ങാടി പള്ളി എന്നീ 4 പള്ളികളെ കുറിച്ചായിരുന്നു. ഇതിനുശേഷം ഈ 4 അല്ല, വേറെയും ചില പള്ളികൾ കൂടി ഉണ്ട് എന്നതായിരുന്നു എനിക്ക് ബന്ധപ്പെട്ടവർ അറിയിച്ചു തന്നത്. ഇതിൽ കോഴിക്കോട് നഗരത്തിൽ മാത്രം 9ഓളം പള്ളികൾ ഉണ്ട് എന്നുള്ളതാണ്. ചരിത്രപ്രസിദ്ധമായ ബറാമി പള്ളി, കടപ്പുറം പള്ളി, നടക്കാവ് പള്ളി, കുണ്ടുകൽ മുഹിയുദ്ദീൻ പള്ളി, ഖലീഫ മസ്ജിദ്, ഇളയൻ്റെ പള്ളി തുടങ്ങിയവ കൂടി ഉണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകളുണ്ട്. ഇത് കോഴിക്കോട് നഗരത്തിലെ മാത്രം അവസ്ഥയാണ്. മറ്റനേകം സ്ഥലങ്ങളിൽ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നിരവധി പള്ളികൾ ഇത്തരത്തിൽ മുജാഹിദുകൾ സുന്നികളുടെ പള്ളികൾ കയ്യേറിയിട്ടുണ്ട്, കൈയടക്കിയിട്ടുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും മുത്തവല്ലിമാരെ പ്രലോഭിപ്പിച്ചുമൊക്കെയാണ് ഇത്തരം പള്ളികൾ ഈ മുജാഹിദ് വിഭാഗം പിടിച്ചടക്കിയത്. കേരളത്തിലെ പഴയകാല പള്ളികളെല്ലാം സുന്നി ആദർശങ്ങളാലും ആചാരങ്ങളാലും നിർണയിക്കപ്പെട്ടവയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതിൻ്റെ വസ്തുത തെളിയിക്കുന്ന ചരിത്രത്തിൻ്റെ അടയാളമാണ് അക്കാലത്തെ പള്ളികളിൽ റാത്തീബുകളും മൗലിദ് സദസ്സുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നത്. ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് പൊന്നാനിയിലെ വലിയ പള്ളി. ഓത്തുപള്ളികൾക്ക് തുടക്കമായ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ തുടക്കം കാണിച്ചു തന്ന പള്ളിയിൽ പോലും വിപുലമായ മൗലിദ് റാത്തീബുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നത് എത്ര മഹോന്നതമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ അന്നത്തെ മലബാർ സമര നായകരുടെ ചരിത്രങ്ങളിലെല്ലാം പറയുന്നുണ്ട് അവർ റാത്തീബുകളും ഹദ്ദാദുകളും മൗലീദുകളുമൊക്കെ സംഘടിപ്പിച്ചിരുന്നു എന്ന്. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകും മുൻപ് ആളുകളെ മൊത്തം വിളിച്ച് റാത്തീബുകൾ നടത്തിയതിനു ശേഷമായിരുന്നു അവരെ യാത്രയാക്കിയിരുന്നത് എന്നത് മലബാർ സമര ചരിത്രത്തിൽ വരെ കാണാം. അക്കാലത്തെ കർഷകരും തീർത്തും സാധാരണക്കാരുമായിരുന്ന മലബാറിലെ ജനതയുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു എന്ന ചരിത്രരേഖകളൊക്കെയാണത്. കേരളത്തിലെ പഴയ കാലത്തെ പള്ളികളിലെല്ലാം ഇത്തരത്തിൽ വിപുലമായ മൗലിദ് സദസ്സുകളും നബിദിനാഘോഷവും ഒക്കെ വിപുലമായി നടത്തി വന്നിരുന്നു. ഇവിടെ കോഴിക്കോട്ട് മുജാഹിദുകൾ കൈയടക്കിയ പള്ളികളിൽ വരെ മുൻപ് മൗലിദ് സദസ്സുകളും സമുചിതമായി നബിദിനാഘോഷങ്ങളും ഒക്കെ നടന്നിരുന്നു എന്നതിന് നിരവധിയായ തെളിവുകളുണ്ട്. പഴയ കാലത്തെ ഒരു പോസ്റ്റർ കാണിക്കാം. ഇത് പാളയം മുഹിയുദ്ദീൻ പള്ളിയുടെ നേതൃത്വത്തിൽ 1967 ജൂലൈ 2 നടന്ന നബിദിൻ ആഘോഷത്തിൻ്റെ ഒരു പോസ്റ്ററാണ്. ഇന്നീ പള്ളി മുജാഹിദുകൾ കൈയടക്കിയ ഒരു പള്ളിയാണ്. മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ ആചാര്യനായിരുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഈ നബിദിന സദസ്സ് സംഘടിപ്പിച്ചിരുന്നത്. ഈ പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ്: അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗ്, ഉദ്ഘാടകൻ ഫസൽ പൂക്കോയ തങ്ങൾ, ടൗൺ സുന്നി സംഘം പ്രസിഡന്റ്, വി മൊയ്മോൻ ഹാജി, ജനറൽ സെക്രട്ടറി സുന്നി യുവജന സംഘം. ഇങ്ങനെ അന്നത്തെ നബിദിനാഘോഷത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകൾ പറഞ്ഞ ശേഷം NB എന്ന് പ്രത്യേകം എഴുതി അതിൽ ചേർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വൈകുന്നേരം മറ്റു ചില കലാപരിപാടികളും ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ മദ്രസകളിലൊക്കെ നബിദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ
പലതരത്തിലുള്ള പരിപാടികളും നടക്കും. അത് അന്നും ഉണ്ടായിരുന്നു എന്നാണ് ഈ നോട്ടീസ് തെളിയിക്കുന്നത്. അതും ഈ പറയപ്പെട്ട മുഹ്യുദ്ദീൻ പള്ളിയുടെ നേതൃത്വത്തിലാണ് എന്നതും നമ്മളിവിടെ മനസ്സിലാക്കണം. ഇതിൽ VE മൊയ്മോൻ ഹാജി ഇന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. കോഴിക്കോട് നഗരത്തിലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പള്ളി എനിക്ക് തോന്നുന്നത് മുഹ്യിദ്ദീൻ പള്ളിയാണ്. ആ മുഹ്യിദ്ദീൻ പള്ളി സുന്നികളുടെ കൈവശമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് ശേഷം പിന്നെ എന്തോ പ്രശ്നം കൊണ്ട് മറ്റ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മറ്റ് വിഭാഗങ്ങൾ അത് കൈയടക്കി വെച്ചിരുന്നു. പക്ഷേ ബാപ്പ അതിന് കോടതിയിലെല്ലാം കേസും ഒക്കെ നടന്നിരുന്നു. അവസാനം ഹൈക്കോടതിയിൽ നിന്ന് സുന്നികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി, അനുകൂലമെന്ന് പറയുമ്പോൾ സുബഹും ളുഹറും അസറും സുന്നികൾക്കും മഗ്‌രിബും ഇശയും മറ്റ് വിഭാഗങ്ങൾക്കുമായിട്ടുള്ളൊരു വിധി വന്നിരുന്നു. ആ വിധി അപ്പീൽ വാപ്പ പോയി മൊത്തം സുന്നികൾക്ക് അവകാശപ്പെട്ടതാണെന്നും അത് മൊത്തം സുന്നികൾക്ക് തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ അപ്പീൽ പോയ സമയത്താണ് 1972 വാപ്പ മരണപ്പെടുന്നത്. വാപ്പ മരണപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കേസ് നടത്താൻ ആളില്ലാതാവുകയും അന്ന് സുന്നി വിഭാഗത്തിൽ അത്ര ഉയർന്ന ആളുകളൊന്നുമില്ല. ഇപ്പം പിന്നെ സുന്നികളിലും നല്ല സാമ്പത്തികമായിട്ട് ഉയർന്ന രീതിയിലുള്ള ആളുകളുണ്ട്. പക്ഷേ കേസ് നടത്താൻ കഴിയാതെ വന്ന ശേഷം എക്സ് പാർട്ടി വിധിയായതാണെന്ന് എനിക്ക് തോന്നുന്നത്. സുന്നികൾക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ മൊത്തം വേറൊരു വിഭാഗത്തിന് ലഭിച്ച രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സുന്നികളുടെ കൈവശമുള്ള പള്ളിയായിരുന്നു. മുഹ്യിദ്ദീൻ പള്ളി എന്ന് പറയുമ്പോൾ തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖൊക്കെ സുന്നികളെ ബഹുമാനിക്കുന്ന ആളുകളാണ്. അപ്പം മുഹ്യിദ്ദീൻ പള്ളി എന്ന പേര് വരാൻ കാരണം അത് സുന്നികളുടേതായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുകയാണ്. അവസാനം അത് വാപ്പ മരിക്കുന്ന 72 വരെ 3 വക്ത് നിസ്കാരം സുന്നികളായിരുന്നു നടത്തിയിരുന്നത്. സുബഹിയും ളുഹറും അസറും. അതായത് ജുമാ അടക്കമുള്ള സുന്നികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി വരികയും പിന്നീട് ആ വിധി അത് പോരാ മൊത്തം സുന്നികൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിലായിരുന്നു സുന്നി വിഭാഗം കേസിന് പോയിരുന്നത്. പക്ഷേ വാപ്പ മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഈ കേസ് നടത്തുന്ന ആളുകൾ ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വാങ്ങിക്കൊണ്ട് പോയി എന്നാണ് ഉമ്മയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയത്. പക്ഷേ പിൽക്കാലത്ത് സാമ്പത്തികമായിട്ട് സൗകര്യമില്ലാത്ത ആളുകളാണ് സുന്നികളിൽ എന്നതുകൊണ്ട് കേസ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതോടെ മുഴുവനായിട്ടും സുന്നികളുടെ കൈവശത്തു നിന്ന് പോവുകയാണ് പിന്നീട് ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ പോസ്റ്റർ, വമ്പിച്ച നബിദിന യോഗം. അന്നത്തെ പ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നുവല്ലോ. 16/10/1960 സംഘടിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് പാളയം 10ാം വാർഡ് കമ്മിറ്റി. സംഘടിപ്പിച്ച സ്ഥലം ചെറിയാലിങ്കൽ. അധ്യക്ഷനായിരുന്നത് ബഹുമാനനായ CH മുഹമ്മദ് കോയ സാഹിബ്. അന്ന് അദ്ദേഹം MLA ആണ്. ലീഗ് നേതാക്കളായ PM അബൂബക്കറും UA ബീരാനും അടക്കമുള്ള ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രസംഗിച്ചിരുന്നത് B കുട്ടി ഹസൻ ഹാജിയും മറ്റുമൊക്കെയായിരുന്നു. ഇങ്ങനെയൊക്കെ നബിദിനവും മറ്റുമൊക്കെ സമുചിതമായി കൊണ്ടാടിയിരുന്നു പള്ളികളിൽ. ആ പള്ളികളിൽ കയറി അവ കൈവശപ്പെടുത്തിയതിന് ശേഷമാണ് മുജാഹിദുകൾ പറയുന്നത് ഒരു ഷിർക്ക് കേന്ദ്രത്തിൽ നിന്നും തങ്ങൾ അവയെ രക്ഷിച്ചു എന്ന്. എന്നാൽ മുൻപ് സുന്നികൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയവരാണെന്ന് പ്രസംഗിച്ച മൗലവിയെ തള്ളിപ്പറയാത്ത മുജാഹിദ് നേതാക്കളോട് SYS സംസ്ഥാന നേതാക്കൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും അവർ മറുപടി നൽകിയിട്ടുമില്ല. സുന്നി നേതാക്കൾക്ക് പിറകിൽ നിന്നും മുജാഹിദുകൾ നിസ്കരിച്ചിട്ടുണ്ട്. മുജാഹിദുകളുടെ ഭാഷയിൽ മുശ്രിക്കുകളുടെ പിറകിലായിരുന്നുവോ നിങ്ങൾ നിസ്കരിച്ചത്? എങ്കിൽ ആ നിസ്കാരം നിങ്ങൾ വീട്ടേണ്ടേ? അനന്തരാവകാശം തിരിച്ചു കൊടുക്കുമോ? തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ അന്ന് SYS ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങളിൽ ഇപ്പോഴും അവർ മറുപടി നൽകിയിട്ടില്ല. നബിദിനം ആഘോഷിക്കുന്നത് ഷിർക്കാണെന്ന് പറയുന്നവർ തന്നെ പിന്നീട് തട്ടിയെടുത്ത പള്ളികളിലെ ഇമാമായതിൻ്റെ വാർഷികം കൊണ്ടാടുമ്പോൾ ഒരു കാലത്ത് അവയിലെല്ലാം നബിദിനാഘോഷങ്ങൾ നടന്നിരുന്നു. സുന്നി ആദർശങ്ങളിൽ ആ പള്ളികളെല്ലാം നിലയുറപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള പള്ളികളായിരുന്നു എന്നത് ഓർമ്മ വേണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു കാര്യമുണ്ടല്ലോ, രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ ഒരു ചോദ്യം. ഈ അവസരത്തിൽ ഇത്തരം ചർച്ചകൾ പാടുണ്ടോ എന്ന ചോദ്യക്കാർക്കുള്ള മറുപടി കൂടി പറഞ്ഞ് ഈ വിഷയം നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. അവരുടെ ചോദ്യം കേട്ടാൽ നിഷ്പക്ഷമെന്നാണ് തോന്നിപ്പിക്കുക എങ്കിലും എല്ലാ കാലത്തും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു വിഭാഗവും അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ വേറെ ഒരു വിഭാഗവും അവർക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പള്ളി പിടിച്ചെടുക്കാൻ മറ്റൊരു വിഭാഗമാണ്. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ സുഹൃത്തെ ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന മറ്റൊരു വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് സത്യം. നിങ്ങൾ സുന്നി പള്ളികൾ പിടിച്ചെടുക്കുന്ന കഥകൾ പുറം ലോകമറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും എന്ന് സുന്നികൾക്കറിയാം. കാരണം ഇസ്ലാമിനകത്ത് പുരോഗമനം എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾ നവോത്ഥാന മേലങ്കി എടുത്തണിയുമ്പോൾ
പൊതുജനം തന്നെ അറിയട്ടെ, നിങ്ങളുടേതായി അന്നും ഇന്നും നിങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. എല്ലാം വെട്ടിപ്പിടിച്ചവയും പിടിച്ചടക്കിയവയും വെള്ളം ചേർത്തവയും ഒക്കെയാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് പള്ളികൾ സുന്നികളിൽ നിന്ന് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആശങ്ക സുന്നി പണ്ഡിത നേതൃത്വം മുന്നോട്ട് വെക്കുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.